ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ രൂപീകരിച്ച നയരൂപീകരണ സമിതി തുടക്കം മുതൽ തന്നെ വിവാദങ്ങളിൽ നിറയുകയായിരുന്നു. വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെയാണ് സമിതി രൂപീകരണം എന്നായിരുന്നു പ്രധാന ആരോപണം. സമിതി അംഗങ്ങളുടെ പേരിലുള്ള കലാപത്തിലാണ് വിവാദങ്ങൾ ഇപ്പോൾ എത്തിനിൽക്കുന്നത്. സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങളോടെ സർക്കാർ ചലച്ചിത്ര നയരൂപീകരണ സമിതി രൂപീകരിച്ചത് 2023-ൽ. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ അധ്യക്ഷനായ 10-അംഗ സമിതിയായിരുന്നു സർക്കാർ തിരഞ്ഞെടുത്തത്. സിനിമാ മേഖലയിൽ നിന്ന് മുകേഷ്, മഞ്ജു വാര്യർ, പത്മപ്രിയ, നിഖില വിമൽ, സംവിധായകരായ ബി ഉണ്ണികൃഷ്ണൻ, രാജീവ് രവി, നിർമ്മാതാവ് സന്തോഷ് കുരുവിള എന്നിവരായിരുന്നു അംഗങ്ങൾ. രൂപീകരണത്തിന് പിന്നാലെ മഞ്ജു വാര്യരും രാജീവ് രവിയും പിന്മാറി. സമിതിയിൽ അംഗമാക്കിയ കാര്യം അറിഞ്ഞത് മാധ്യമങ്ങളിൽ നിന്നാണെന്ന് രാജീവ് രവി. സമിതിയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ ഫിലിം ചേംബറും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും രംഗത്തെത്തി. സമിതിയോട് എതിർപ്പില്ലെങ്കിലും രൂപീകരണ ശൈലി നിരാശപ്പെടുത്തിയെന്ന നിലപാടായിരുന്നു WCCക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണമുയർന്നതോടെ സമിതി വീണ്ടും വിവാദത്തിൽ. മുകേഷിന്റെ കാര്യത്തിൽ മാത്രമല്ല, സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്ന ആവശ്യവും പല കോണുകളിൽ നിന്നും ഉയരുന്നു. പ്രവർത്തനം തുടങ്ങും മുന്നേ വിവാദങ്ങളിൽ കുരുങ്ങിയ സമിതിയുടെ ഭാവി എന്തെന്ന് സർക്കാരിന് പോലും ഒരു നിശ്ചയവുമില്ല. റിസർച്ച് ഡെസ്ക് 24.